നമസ്കാരം. നവരാത്രി സാധനയിലെ ധന്യമായ മറ്റൊരു ദിനം കൂടി. അധർമ്മത്തിനും ആസുരികതയ്ക്കും മേൽ ദേവി നേടുന്ന വിജയഗാഥകളാണ് നവരാത്രി ആഘോഷങ്ങളുടെ പിന്നിലെ തത്വം. ദുഷ്ടനിഗ്രഹം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്ന ശക്തിസ്വരൂപിണിയാണ് ദുർഗ. ചമത്കാരങ്ങളും ഭാവനകളും നിറഞ്ഞ ദേവിയുടെ വിജയാപദാന ഗാഥകളെല്ലാം തന്നെ ആശയങ്ങളുടെ ബാഹ്യമായ രൂപം മാത്രമാണ്. പ്രപഞ്ചരഹസ്യങ്ങളെ കഥകളുടെ രചനാസങ്കേതം ഉപയോഗിച്ച് സ്ഥൂലമായ തലത്തിൽ ആവിഷ്കരിക്കുമ്പോഴും സൂക്ഷ്മതലത്തിൽ ഏറെ ഗഹനവും മനനാത്മകവും ജിജ്ഞാസുവായ സാധകനോട് സംവദിക്കുന്നതുമാണ് ഇത്തരം കഥകൾ എല്ലാം തന്നെ. ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനീ ശുഭം ദദ്ധ്യാത് ദേവി ദാനവഘാതിനി. നവരാത്രിയുടെ ഈ 6ാം നാൾ കാത്യായനി ഭാവത്തിലാണ് ദേവിയെ പ്രകീർത്തിക്കുന്നത്. കഥൻ എന്ന മഹർഷിയുടെ പുത്രിയാണ് കാത്യായനി. സകല ദേവന്മാരുടെയും ഇച്ഛാരൂപമായ തേജസ്സിൽ നിന്നും ഉടലെടുത്ത ക്രിയാശക്തിയുടെ മൂർത്തിമത് ഭാവമായ ദേവിയുടെ ഭാവമാണിത്. അസുരനിഗ്രഹത്തിനായി ഉടൽ പൂണ്ട ചൈതന്യമാണ് ദേവിയായി പ്രകീർത്തിക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന അധമചിന്തകളെ, അസംസ്കൃതവും നീചവുമായ മനസ്സിൽ പിറവിയെടുക്കുന്ന ദുർവാസനകളെ, ചിന്താശൂന്യതയുടെ ഇരുളിൽ രൂപം കൊള്ളുന്ന നിന്ദ്യവും ക്രൂരവുമായ ആസുരിക ഭാവങ്ങളെ എതിരിടുന്ന ദേവീഭാവം സംരക്ഷണമെന്ന ദൗത്യത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അജയ്യതയുടെ വരവുമായി എത്തിയ ആസുരിക ഭീകരതയെ നേരിട്ട് പരാജയപ്പെടുത്തുന്ന ദേവി ചന്ദ്രഹാസമെന്ന ദിവ്യായുധം ധരിച്ചിരിക്കുന്നു. മഹിഷാസുരവധമാണ് ദേവിയുടെ കൃത്യനിർവഹണങ്ങളിൽ ഏറ്റവും പ്രധാനമായത്. അമരത്വം കൊതിച്ച ആസുരികത, അധികാരവും ഉന്നതരിൽ നിന്ന് നേടിയ വരബലവും മതോന്മത്തനാക്കിയ അഹന്തയുടെ ദാനവഭാവമാണ് മഹിഷൻ. ആ ആസുരികതയെ വെല്ലാൻ, അധർമ്മത്തോടെതിരിടാൻ ഉരുവം കൊണ്ട ഊർജപ്രവാഹത്തിൻ്റെ സ്ത്രൈണാവിഷ്കാരമത്രേ ദേവീഭാവം. തനിക്ക് മരണമുണ്ടാകണമെങ്കിൽ അതൊരു സ്ത്രീയിൽ നിന്ന് മാത്രമേ ആകാവൂ എന്ന് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി മഹിഷൻ. അബലയായ ഒരുവൾക്ക് തന്നോടെതിരിടാനാവില്ലെന്ന അഹങ്കാരത്താൽ മതോന്മത്തനായ മഹിഷൻ 3 ലോകവും വിറപ്പിച്ച് വിഹരിച്ചു. മഹിഷന്റെ ആസുരിക മതത്തോട് ഇടഞ്ഞ സ്ത്രീരൂപധാരിണിയായ ദൈവിക ശക്തി അധർമ്മത്തിനും അധികാരധാർഷ്ട്യത്തിനും നേരെ ഉയർന്ന ക്ഷാത്രവീര്യത്തിൻ്റെ പ്രതീകമാണ്. സ്ത്രീയെ നിന്ദിച്ചവന് ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹതയില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് മഹിഷന്റെ അഹന്തയ്ക്കുമേൽ പതിച്ച ദേവിയുടെ പടവാൾ. അധികാരവും ഉന്നതരിൽ നിന്ന് വരബലവും പോലെ ലഭിച്ച സംരക്ഷണവും കൈമുതലാക്കി അവധ്യനായി വിഹരിക്കുന്ന മഹിഷൻ ആസുരികതയുടെ സർവകാല പ്രസക്തമായ ഒരു ആശയമാണ്. മഹിഷന്റെ അധാർമിക പൗരുഷത്തിനുമേൽ ദേവിയുടെ ധാർമ്മിക സ്ത്രീത്വം ഏൽപ്പിച്ച ശക്തമായ പ്രഹരങ്ങളേറ്റ് അവൻ വധിക്കപ്പെടുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചവൻ സ്ത്രീയുടെ ആത്മവീര്യത്തിനു മുന്നിൽ ഇല്ലാതാകുന്നു. മൂഢതയാകുന്ന മഹിഷനുമേൽ ജ്ഞാനമാകുന്ന സിംഹം നേടുന്ന വിജയമാണ് ഇത്. തമോഗുണമാണ് മഹിഷാസുരൻ. സാധകന്റെ തമസ്സകറ്റി ജ്ഞാനപ്രകാശം പകരുന്ന ശക്തിസ്വരൂപിണിയായ ദേവിയാണ് കാത്യായനി. ഇത്തരമൊരു പരിവർത്തനത്തിന്, നമ്മുടെ ഉള്ളിലെ മൂഢതയെ, അന്ധതയെ അകറ്റി ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ പരിവർത്തനത്തിന് നമുക്ക് സാധ്യതയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് നവരാത്രി ഉപാസനയുടെ ഈ ദിവസം നമുക്ക് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ളത്. നമസ്കാരം.